ഇനി ചക്കക്കുരു കൊണ്ടൊരു വിഭവം. ചക്കക്കുരു മെഴുക്കുപുരട്ടി അല്ലെങ്കിൽ ചക്കക്കുരു ഉപ്പേരി. ഈ ചക്കക്കുരുവിൻ്റെ പുറത്തുള്ള വെളുത്ത തൊലി ആദ്യം അടത്തിക്കളയണം. നമുക്ക് ആദ്യം ഇത് വെള്ളത്തിലിട്ട് നമുക്ക് നിർത്തിയെടുക്കാം. ചക്കക്കുരുവിൻ്റെ വെളുത്ത പോള കളഞ്ഞ് വെള്ളത്തിലിട്ട് ഇറച്ചിരിക്കുന്നത്. നമുക്കൊരു അരമണിക്കൂർ 1 മണിക്കൂർ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പെട്ടെന്ന് തൊലി പോരും. അതുമാത്രമല്ല, ഇത് മുറിക്കാനായിട്ട് കുറച്ചൊരു സോഫ്റ്റായി കിട്ടും. അപ്പോൾ അതിനാണ് ചെയ്യുന്നത്. പിന്നെ ചിലർ പറയുന്നുണ്ട് ഈ തൊലിയിൽ വൈറ്റമിൻ സി ഉണ്ട്, അതുകൊണ്ട് അത് കളയണ്ടെന്ന് പറയുന്നുണ്ട്. അത് നിങ്ങളുടെ സൗകര്യമായിരിക്കും. ശരിയാണ്, നെല്ലിലും അരിയിലും ഒക്കെ നമ്മൾ തവിട് കളയാത്താണ് നല്ലതെന്ന് പറയുന്നത്. പക്ഷെ ഒരു വൈറ്റ് ഉണ്ടെങ്കിൽ നമുക്കൊരു കാണാനൊരു ഭംഗിയുണ്ടാവും. അതുകൊണ്ട് പണ്ടൊക്കെ എല്ലാവരും ചെത്തി കളയുന്നു. ഇപ്പോൾ വളരെ എളുപ്പമായിട്ട് ഇങ്ങനെ നമുക്ക് കളയാവുന്നതാണ്. പൂർണ്ണമായിട്ട് പോയില്ലെങ്കിലും ഇങ്ങനെ വൃത്തിയാക്കി കിട്ടും. ഇനി ഇത് നമുക്കൊന്ന് ചെറുതായിട്ട് അരിയണം. ചെറുതായിട്ടൊന്ന് ഒരു 6 ആയിട്ട് ഇപ്പോൾ ഇങ്ങനെ ഒന്ന് നല്ല മൂർച്ചയുള്ള കത്തി അരിയണം കേട്ടോ. ചക്കക്കുരു അരിഞ്ഞതാണിത്. 4ആയിട്ടും 6ആയിട്ടും പൊളിച്ചെടുത്തിരിക്കുന്ന ചക്കക്കുരു. ഇനി നമുക്കിത് നമ്മൾ ചീനച്ചട്ടിയിൽ അല്ലെങ്കിൽ ഫ്രൈ പാനിൽ അല്പം വെള്ളം ഒഴിച്ച് അതിൻ്റെ കൂടെ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിക്കണം. വെള്ളം ഒഴിക്കാം. തീ ഒന്ന് കൂട്ടിക്കൊടുത്തോളൂ. ആദ്യം വേവണ്ട. ഇത് കിടന്നൊന്ന് വേണം. നമുക്ക് അല്പം മഞ്ഞൾപ്പൊടി, അതുമാതിരി വേണ്ട ഉപ്പും ഇത് ചേർക്കാം. മഞ്ഞൾപ്പൊടി, തീയൊന്ന് നമുക്ക് കൂട്ടിക്കൊടുക്കാം. ഇളക്കിയിട്ട് നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. അടച്ചു വെച്ചാൽ കുറെ കഴിഞ്ഞ് തുറന്നു നോക്കിക്കഴിഞ്ഞാൽ വെന്തോന്നറിയാം. ഏകദേശം 10-15 മിനിറ്റായി. 20 മിനിറ്റോളായി. നമുക്കൊന്ന് നോക്കാം. നല്ല വെന്തിട്ടുണ്ട്. അതൊന്നും നോക്കേണ്ട കാര്യമില്ല. വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഇത്തിരി കൂടുതലായി വരും. നന്നായിട്ട് ഇത് കിടന്ന് മോചിക്കണം. വേണ്ടവർക്ക് ഈ കുഴഞ്ഞ രൂപത്തിലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് ഉപയോഗിക്കാം. കുറച്ചൊന്ന് വേണ്ട. അല്ല, നന്നായിട്ട് ഫ്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് കിടന്ന് മോചിക്കണം. എണ്ണ വെളിച്ചെണ്ണ കുറച്ചുകൂടി വേണമെങ്കിൽ ഒഴിക്കാം. അതായത് ഇതൊന്നും ഒഴിച്ചേക്കാം. നമ്മളിതിൽ വേറെ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. ഉപ്പും മഞ്ഞൾപ്പൊടിയും മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇനി ഈ പറഞ്ഞാൽ വേണ്ടവർക്ക് പച്ചമുളകോ അല്ലെങ്കിൽ മുളക് പൊടി അല്ലെങ്കിൽ കുരുമുളക് പൊടി അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചേർത്തുള്ളൂ. അത് ഓരോരുത്തരുടെ ഇഷ്ടം മാത്രം. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഏറ്റവും ടേസ്റ്റ്, ഈ ചക്കക്കുരുവിൻ്റെ ടേസ്റ്റ് കംപ്ലീറ്റ് കിട്ടണമെങ്കിൽ ഇതാണ് ഏറ്റവും നല്ലത്. വൈകിട്ടെ ഒരുവിധം നന്നായിട്ട് വലിഞ്ഞിട്ടുണ്ട്, ഫ്രൈ ആയിട്ടുണ്ട്. വാസനയെല്ലാം വരുന്നത്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കൊള്ളാം. ഒരു ചക്കക്കുരുവിൻ്റെ ചെറിയ മധുരം മുന്നിട്ട് നിൽക്കുന്നുണ്ട്. കുഴപ്പമില്ല. ഇനി അത് ഇഷ്ടപ്പെടാത്തവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി അല്പം ഈ ചൂടോടുകൂടി തന്നെ അല്പം കുരുമുളക് പൊടി സ്പ്രേ ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ അല്പം മുളക് പൊടി ഇട്ട് നോക്കാം. അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. ഏതായാലും ഞാനിങ്ങനെ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇതെല്ലാം കഴിയുമ്പോൾ നമുക്ക് ഒന്ന് ഗാർണിഷ് ചെയ്യാം. ഒരു പ്രൊഫഷണൽ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ ആവശ്യമൊന്നുമായിട്ടല്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.
ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വിഭവവുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ.